അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻ്റ് ആട്ടോ. നമുക്കില്ലാത്ത കുറ്റങ്ങളില്ല, നമ്മൾ ചെയ്യാത്തതില്ല. എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? എന്തിനാ നമ്മളെ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയണിപ്പോൾ? അത് എന്താ എല്ലാവരും അനുവിനെ ചോദിച്ചണേ. അനു എറണാകുളത്തേക്ക് പണിക്ക് പോയിക്കാണ്. ഓൻ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ വരും. നിങ്ങൾ പറയുന്നുണ്ട് ഓനെ വീഡിയോ കോൾ ഞങ്ങൾ വരെ വിളിച്ചിട്ട് ഓൻ ഫോൺ എടുക്കണില്ല. അമ്മാതിരി പണിയാന്ന് ഓൻ പറയണത്. ഓനോട് പറഞ്ഞു എന്തിനാ പിന്നെ അവിടെ പോയി പണിയെടുക്കേണ്ട ആവശ്യം, ഒപ്പം നിൽക്കാൻ പറഞ്ഞതാണ്. പക്ഷെ ഓൻ പറഞ്ഞു ഓൻ്റെ കമ്പനിക്കാരൻ്റെ കടയാണ്, അവിടെ നിൽക്കണം, അവിടെ ഒരു മാസത്തിന് പോയി വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. എന്താണ് ഉമ്മമാക്ക് പറയാനുള്ളത്? പിന്നെ പറയാൻ പോയിട്ട് ഒരു മാസം ആകാനായി. ഞങ്ങൾക്കുണ്ട് എല്ലാവരും ചോദിച്ചതിന് വചന പറഞ്ഞു ഞങ്ങളും കഴിക്കണം. എത്ര എഴുതിയിട്ട് നമ്മൾ ഈ പറയുന്നത്? 12 ഇതിൽ കാണുന്നുണ്ടാവുമല്ലോ നിങ്ങള്. ഇതൊക്കെ 12 വട്ടാണ് വിളിച്ചത്. കാണുന്നുണ്ടോ? അക്കുടു മൈ സ്വീറ്റ് ഹാർട്ട് അങ്ങനെയൊക്കെ പേര് സേവ് ചെയ്തിരിക്കണേ. എന്റെ കുട്ടിന്റെ പേര് വരെ അങ്ങനെ എഴുതിയിരിക്കണേ. ഞങ്ങളെ കയ്യണിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത്, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കണത്. ഇന്നെ കൊണ്ട് കഴിയണില്ല. എന്നിട്ടും ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ ഇടണ്ടേ. എന്നിട്ട് അതിനോ നിങ്ങൾക്ക് വെറും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കല്, ഫുഡ് ഉണ്ടാക്കല്, ബിരിയാണി ഉണ്ടാക്കല്, ഇതൊക്കെ തന്നെ ഉള്ളൂ. എന്താ പിന്നെ നമ്മൾ പറയാം? നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ പേരില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വയസ്സായ അമ്മയുണ്ട്, ഒരു കാലിയേറ്റ് രജാത്ത ഞാനും. ഞങ്ങൾ കഴിയണ പറയാറ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പെരപ്പണിൻ്റെ വീഡിയോസ് എടുക്കാന്ന് വെച്ചാൽ പെരപ്പണി പടം മുടങ്ങി കിടക്കുകയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ആ കറണ്ടിൻ്റെ ഇത് കാരണമാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ ചിലവരെ കമൻറ്റ്, നമുക്ക് 1 ലക്ഷം റുപ്യ സാലറി കിട്ടണില്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്താ നല്ല വീഡിയോസുകൾ കിട്ടുന്നത്, എന്തൊക്കെയാ പറയുന്നതില്ലേ? അതിപ്പോ എല്ലാരും എന്തൊക്കെ പറയണ്ടേ. നിങ്ങൾ ഓരോ നെഗറ്റീവ് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ വീഡിയോ ഇടാൻ ഇതന്നെ പോവുകയാണ്, പോവാണ്. കാരണം ഒന്നെങ്കിൽ ആകെ എല്ലാം പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കമൻറ്റ് കാണുന്നത്. എന്നിട്ടും നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ഞങ്ങൾ 4 ഹാപ്പി ആയിട്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ ഇത് പോയിട്ടും ഞങ്ങൾ ഇനി ഇടുന്നുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കാണണ എല്ലാരും സപ്പോർട്ട് ചെയ്യും. പിന്നെ അടുത്തത്, നമുക്ക് പ്ലേ ബട്ടൺ എന്താ കിട്ടാത്തത് പറയുന്നുണ്ട്. അത് കിട്ടാത്തതിന് കാരണം 3 വീഡിയോ ഞങ്ങളത് മറ്റേ സ്ട്രൈക്ക് അടിച്ചു. അത് ഒന്ന് പണ്ട് ഉമ്മ ഒരു പട്ടിനെ കല്ലെടുത്ത് എറിഞ്ഞേക്കണേ, അത് അന്നും ഞമ്മക്ക് അറിയില്ല. ആ പട്ടിനെ കല്ലെടുത്ത് അതിനടിച്ചു. പട്ടിനെ കല്ലെടുത്തെറിയാൻ കാരണം ഞങ്ങള് അന്ന് നമ്മളെ പേരന്റെ തറപ്പണി ഈ പട്ടിന്റെ കാര്യം ചിലപ്പോ പറയണ്ട, ചിലപ്പോ ഞാൻ അതിന് കോപ്പി റേറ്റ് അടിക്കും. അപ്പൊ എന്റെ പൂച്ചക്കുട്ടിനെയും ഒരു മുട്ട കോയിനെയും കടിച്ചു കൊന്നു. പിന്നെ ഞാൻ ആ പട്ടിനെ വെറുതെ വിടുവോ? എന്റെ കൈ കിട്ടി ഞാൻ എറിഞ്ഞു. സത്യം തന്നെയാണ്. അത് ഞാനൊരു റീലാക്കിയിട്ട് യൂട്യൂബിലിട്ടു. അപ്പൊ അതിനടിച്ചു. പിന്നെ രണ്ടാമത്തേത് എന്താണ്, രണ്ടാമത്തെ താത്താന്റെ കുട്ടി നിക്കറിടാതെ വണ്ടിയിട്ട് അത് കാരണമാണ് നമ്മളെ പ്ലേ ബട്ടൺ മുടങ്ങി കിടക്കണത്. നമ്മൾ പിന്നെ റിക്വസ്റ്റ് ഒക്കെ അയച്ചു നോക്കി പോലും പറഞ്ഞു പേയ്മെന്റ് വേണമെന്നൊക്കെ ഇനി പറഞ്ഞത്. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 16 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിൽവർ ബട്ടൺ കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലേ, 16 റുപ്യ എടുത്തിട്ട് സിൽവർ ബട്ടൺ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞങ്ങളെ വീഡിയോസിക്ക് വന്നിട്ടില്ല. ഞങ്ങളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കുടിരിപ്പും ഉണ്ട്, പിന്നെ ഒരു കല്യാണമുണ്ട്. കല്യാണം എൻ്റെ കമ്പനിക്കാരുടെ കല്യാണമാണ്. കല്യാണം ചിലപ്പോഴേ പോവുള്ളൂ. ഇപ്പൊ നമുക്ക് കുടിരിപ്പുണ്ട്, നമ്മളെ കുടുംബക്കാരതാണ് അല്ലേ. ഇപ്പൊ നമുക്ക് കുടിരിപ്പിന് പോവാൻ നോക്കാം. കല്യാണം കുടിയിരിപ്പും കൂടിയാണ്. ഇവിടുത്തെ ഇവിടുത്തെ കല്യാണം അവിടുത്തെ കുടിയിരിപ്പും. നമ്മളിത് കൊടുക്കാൻ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ, എന്നാലും നമ്മൾ കൊടുക്കുകയാണ്. അത് നമുക്ക് ഇതില്ല, മന കയ്യിലേക്ക് കെട്ടിപ്പതിഞ്ഞ് വെച്ചിക്കണേ. എന്നാ പോവല്ലേ എന്നാല് ഞങ്ങൾ പോട്ടെ. നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് പറയല്ലേ പ്ലീസ്. നമ്മളങ്ങനെ സ്ഥലത്തെത്തിട്ടോ. ഇവിടെയാണ് ഒരു പഞ്ചായത്ത് പേരല്ലേ, പഞ്ചായത്ത് നിന്നിട്ട് വരുന്നല്ലേ മമ്മ. ഇവിടെ ഇജ്ജ് നേരത്തെ എത്തിക്കണല്ലേ? എവിടെ ഉമ്മടെ അമ്മായി ഓറുണ്ട് കേട്ടോ. ചെങ്ങായി എവിടെ? താത്ത എവിടെ? ഹോസ്പിറ്റലിൽ പോയതാണ്. രാവിലെ നീച്ചപ്പോ തന്നെ ചടച്ചിട്ട് അറിയും നെഗറ്റീവ് കമന്റും കൊണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡ് തന്നെ പോയി. അതല്ല അവിടുത്തെ വീഡിയോ എടുക്കുന്നുണ്ടോ? നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. വേണ്ടിയതും വേണ്ടാത്ത ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ എടുക്കണുള്ളൂ. അതായത് കുടുംബക്കാരാണ്, ചിലവർക്ക് വീഡിയോ എടുക്കാൻ പറ്റലുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ മുഖം തന്നെ എടുക്കാം. അമ്മായി ചോറുന്നോ? നിങ്ങള് നേരത്തെ ചോറുന്നൂല്ലേ? അവിടെ എന്താ മട്ടം? ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആൾക്കാരുണ്ടോ? ഞങ്ങളെ പേരന്റെ കുടിയിരിപ്പോ കഴിഞ്ഞില്ല. ഇവിടെന്തെങ്കിലും കഴിയട്ടെ. ചോറ് ചെയ്യാൻ
ആ കാണാനായിട്ട് വരാം. പഞ്ചായത്ത് വരെയാണ് തോന്നുന്നില്ല. സാധനം കുഴപ്പമില്ല. ഇനി നമ്മൾ ക്യാമറ ഓഫ് ആക്കണേക്കാ കേട്ടോ, കാരണം അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഓഫ് ആക്കട്ടെ. ഫസ്റ്റ് തന്നെ ചോടുന്നിരുന്നു അല്ലേ? ഞാൻ നിന്റെ കഴിഞ്ഞ കൊറോണ വേദനോടെ അമ്മായിയെ നമ്മ നോക്കി വേദന. ഇനി മമ്മാക്ക് വേറൊരു അഞ്ചത്തിമ്പാടുണ്ട്. അത് കഴിഞ്ഞാൽ നിന്നില്ലേ? ഞങ്ങൾ 5 3 ഇനി. ആ, അതില് 2 കണ്ടു ഇപ്പൊ എല്ലാരും. ഒരാണ് പോയി, 5 പെണ്ണുങ്ങളുണ്ട്. 2 ആണുണ്ട്. മോട്ടം ഭക്ഷണത്തെ കാര്യമായിട്ട് കഴിക്കട്ടോ. മെയിനാള് വരുന്നുണ്ട്. ഇത് ഉമ്മമാന്റെ ആങ്ങളന്റെ പെണ്ണുങ്ങള്. ചങ്ങായിമാരും പോയി വരാൻ നേരം ഞങ്ങൾ പോരാനും അല്ലാതെ എങ്ങനെ പോയി. കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അല്ലല്ലേ ഞോര് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആക്കുന്നതല്ല. രാശിദ, ഇതൊക്കെ ക്യാമറക്ക് സുന്നത്തിന്റെ ആൾക്കാരാണോ? എന്തെങ്കിലൊക്കെ പറയാല്ലേ? ഫസൽ ഫാമിലിനെ പറ്റിട്ട് എന്തെങ്കിലൊക്കെ പറയാല്ലേ? അല്ല കൈ പെരി പോയിട്ട് അവിടെ ഞാൻ നീച്ചിട്ടുമ്മ മതി അമ്മായിയെ. എങ്ങനെയുണ്ട്? അടിപൊളി ചോറ്. നെയ്ച്ചോറ് നല്ല രസമുണ്ടല്ലേ? ഉമ്മമാന്റെ അഭിപ്രായമാണ് അറിയണ്ടേ? എങ്ങനെയുണ്ട് നെയ്ച്ചോറ്? നല്ല രസം. ആ വിളിക്കണേ വിളിക്കാം. നമ്മളെ കുടിയിരിപ്പ് അതിന് എന്നാ നമ്മളതൊക്കെ ടൈമാവും. നമുക്ക് ടൈമുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യും അതിന്. നമുക്ക് പേരൻ്റെ ഉള്ളത് വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ടാട്ടോ, കാരണം അവിടെ ഫുള്ള് ആൾക്കാരാണ്. ഓലാരെങ്കിലും മുഖം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വരും. നല്ല അത്യാവശ്യം നല്ല സ്ഥലത്തിന് വലിപ്പുണ്ടല്ലേ അമ്മ? നോക്കി എത്ര സെന്റാണ് നമ്മൾ ചോദിച്ചത്? 56 സ്ക്വയർ ഫീറ്റ്. ബോധമില്ലാത്ത കുറച്ച് ബാങ്കുകളും. ഇമ്മമ്മടെ ഇമ്മമ്മ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞതാവോ ഇമ്മമ്മ? ആ ഓലോട് ചോദിച്ചാൽ പറഞ്ഞ എത്ര സ്ക്വയർ ഫീറ്റാ പറഞ്ഞേ? 8 9 ഉണ്ടാവും, അല്ലെങ്കിൽ ആരോട് പറയാനാ? സെന്റ്. ഇവൽക്കും പഞ്ചായത്ത് വരുന്നല്ലേ? ഇവൽക്കും പഞ്ചായത്ത് വരുന്നല്ലേ? 8 സെന്റിൽ എത്ര സെന്റാണോ പേര്? 5 സെന്റോ ആവോ? നമ്മളത് എത്ര? നമ്മളത് 700 സ്ക്വയർ ഫീറ്റ്. ഇത് പക്ഷെ വലിയ റൂം നല്ല വലിപ്പമുണ്ട് കേട്ടോ, വലിയ വലിപ്പമുണ്ട്. നമ്മളത് 500 അല്ല, നമ്മളത് 700 സ്ക്വയർ ഫീറ്റ് അല്ലേ? അപ്പൊ 100ന്റെ വ്യത്യാസം അല്ലേ? ഇത് 800 പിന്നെ കുറച്ചും കൂടി ഉണ്ട് സ്ക്വയർ ഫീറ്റ്. ആർക്കും അറിയില്ല എന്നാലും അല്ലേ? ഇപ്പൊ പെണ്ണുമാനോട് ചോദിച്ചപ്പോ റൂം എത്രയാ ചോദിച്ചപ്പോൾ പറയാം. പേരൊക്കെ 800 എത്രയാണ്. ചിലപ്പോ ഓല് കുറച്ച് പഞ്ചായത്ത് എടുത്തിട്ട് ഓല പൈസക്ക് പിന്നെ അങ്ങനെ തന്നെ പഞ്ചായത്ത് വരാവില്ലല്ലോ. അതും അങ്ങോട്ട് പോകുമല്ലോ. അവിടുന്ന് പൊളിഞ്ഞാടി എണ്ണ ഉണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എന്താ പറ്റിയത്? ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയാ? താത്താക്ക് കുറച്ച് സംഭവം ഉണ്ട്, അത് നമ്മള് വല്ല പയ്യെ പറയണേക്കാരം. താത്താലിയേക്കാ ഒന്ന് ചോറുന്നല്ലേ? താത്താക്ക് എന്തോ ഒരു സംഭവം ഉണ്ടോ പയ്യെ പറയുന്നു. താത്താക്ക് എന്താ സംഭവം ഇജ്ജ് പറഞ്ഞിക്കണോ? അപ്പൊ ഞാനായിട്ട് എന്തിനാ ഞാൻ പറയണതില്ലേ? പെങ്ങളെ കുട്ടിന്റെ കല്യാണാണ് നാളെ അല്ലേ? ചെങ്ങായി ചെക്കനെ കാണിച്ചിടാ, നാളെ കല്യാണാണല്ലേ? നാളെ കണ്ടില്ലോ അല്ലേ? ചെക്കന്റെ കല്യാണാണ് നാളെ. പെണ്ണ വിടുന്ന പറ, ക്ലാസ് പഠിച്ച കുട്ടിയാ? പറ ചെങ്ങായി കാണിച്ചാതെ. നമ്മൾ ഇതേപോലെ കല്യാണം ഉണ്ടായിരുന്നു കൊണ്ടുപോയതാട്ടോ, പിന്നെ വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. അല്ല അതാ എങ്ങോട്ടാണ് നാളെ ഓനെ കൊണ്ടുപോണേ? ഷിയാസുക്കോ അല്ലേ? നാളെ ഇപ്പൊ കൊറേ മുട്ടായി കിട്ടാനൊക്കെല്ലേ അല്ലേ ചെങ്ങായി? മുട്ടായി ഹോർലിക്സ് ഒക്കെ കിട്ടുമല്ലോ. ചെക്കന് സന്തോഷം കൊണ്ട് മിണ്ടാൻ വെക്കണില്ല അല്ലേ? സന്തോഷാണ്. ആണോ? എന്നിട്ട് കല്യാണം ഈ 2 ദിവസം പറയുന്നത് എന്നാണ്? ഇന്നും പാട് ഞാൻ ക്ഷമിക്ക്, നാളെ നമുക്ക് എന്തായാലും കേട്ടോ.
കടത്തടയിന്റെ അടിയിലൊന്നും ഇട്ടുകൊടുക്കണം നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞു ഏകദേശം എല്ലാ ആൾക്കാരും പോക്ക് തുടങ്ങിട്ടോ. എന്നാ പോവല്ലേ ഉമ്മ മമ്മ മമ്മ പോവല്ലേ പോവല്ലേ എന്നാ വാ വരി പറഞ്ഞിട്ട് വരി പോവല്ലേ അവിടെ കോലോടൊക്കെ പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ പറഞ്ഞു. ആ എന്നാ വരി. ഞാൻ ഇവിടെ പറയാള് പോയാലോ? എന്നാ ഞങ്ങള് പോവാ. നമ്മ നമുക്ക് പോവാം. നമുക്ക് പോവാ. വരി പോവാന്ന് ഇനിയിപ്പോ എന്താ നടക്കണേ? വരി. ആ ഞങ്ങൾ പോയിട്ടാ ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ താത്തല്ലേ ഷമ്മിയില്ലേ? എന്നാ വാ. അവിടുന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കണം കേട്ടോ. ഇന്റതും ഇമ്മമാന്റതും അല്ലേ? ഇവിടെ വരി. എന്താ നടക്കണേ? എന്നാ നമുക്ക് നേരെ പെരി പോയാലോ? നമുക്ക് നേരെ അടുത്ത വീഡിയോസിൽ കാണാല്ലേ? നമ്മ എല്ലാവരോടും ടാറ്റിയും ബൈബൈ എല്ലാവരും പറഞ്ഞോട്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ഈ നെഗറ്റീവ് പറച്ചിലൊന്നും ഒഴിവാക്കിട്ടോ. നമുക്ക് വീഡിയോയുടെ ഒന്നും പാടെ ത്രില്ലേക്കാരം അല്ലേ? കേട്ടപ്പോ ഞങ്ങൾക്ക് ആകെ മനം മടുത്ത പോലെ. നിങ്ങളെല്ലാരും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. നിങ്ങളാണ് ഞങ്ങളെ കയറ്റി കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്നെ അപ്പൊ ഉമ്മ പറയും ഉമ്മ ഇത് മിണ്ടാതെ നിക്കണം എല്ലാരും പറയണേ. ഞാൻ മുണ്ടുണ്ടല്ലോ. നിങ്ങള് ഞങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ ഉമ്മ 2 കോമഡി പറഞ്ഞാൽ തന്നെ മതി. ആയിക്കോട്ടെ, ഞാൻ എന്താ പറഞ്ഞോളാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.